ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള എല്ലുകൾ വളരെയധികം അത്യാവശ്യമാണ്. 30-ന് ശേഷം നമ്മുടെ എല്ലിന്റെ ഡെൻസിറ്റിയും ആരോഗ്യവും കുറഞ്ഞു വരുന്നതാണ്. കുഞ്ഞുകുട്ടികളിലാണെങ്കിലും പ്രായമായവരിലും പല എല്ല് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസും കണ്ടുവരാറുണ്ട്. ഒന്ന് ചെറുതായിട്ട് വീഴുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ല് പൊട്ടുന്ന പോലത്തെ കണ്ടീഷൻസും അതുപോലെ തന്നെ എല്ല് തേയ്മാനത്തിന്റെ പ്രോബ്ലംസും ഒക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലിന്റെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എല്ലിന്റെ ആരോഗ്യത്തിനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കാൽഷ്യം മാത്രമാണ് അത്യാവശ്യമെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ എല്ലിന്റെ ആരോഗ്യത്തിന് കാൽഷ്യവും വിറ്റമിൻ ഡിയും വിറ്റമിൻ കെയും പ്രോട്ടീനും സിങ്കും ഒക്കെ നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ഇതടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞു കുട്ടികളിലാണെങ്കിലും പ്രായമായവരിലും നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിൽ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മെനോപോസ് ആയവരിലും മെൻസസ് നിന്ന സ്ത്രീകളിലും നമ്മുടെ എല്ലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എല്ലിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് പാലുൽപ്പന്നങ്ങൾ. നമുക്ക് പാലും തൈരും അതുപോലെ തന്നെ യോഗട്ടും ചീസും നെയ്യിലും ഒക്കെ ധാരാളമായിട്ട് എല്ലിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻസും മിനറൽസും കാൽഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. മറ്റൊന്നാണ് ഇലക്കറികള്. ചീരയില, മുരിങ്ങയില, മുള്ളൻചീര, അങ്ങനെ എല്ലാത്തരം ഇലക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോട്ടീനും നമ്മുടെ എല്ലിന്റെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീൻ, ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും മുട്ടയാണെങ്കിലും പയറുവർഗ്ഗങ്ങളാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. മീനിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ ചെറിയ മീനും നെത്തോലി, മത്തി, അയല അങ്ങനത്തെ എല്ലാത്തരം ചെറിയ മീനുകളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സാൽമൺ പോലത്തെയുള്ള ഫിഷ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിലും നമുക്ക് ധാരാളം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ചിക്കൻ കഴിക്കാവുന്നതാണ്. നോൺ വെജ് ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് പയറുവർഗ്ഗങ്ങൾ, എല്ലാത്തരം പയറുവർഗ്ഗങ്ങളും നമുക്ക് കഴിക്കാവുന്നതാണ്. മുതിര നമുക്ക് കഴിക്കാവുന്നതാണ്. റാഗി നമുക്ക് കഴിക്കാവുന്നതാണ്. റാഗിയിലൊക്കെ ധാരാളം കാൽഷ്യവും അയണും മിനറൽസും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇത് നമ്മുടെ എല്ലിന്റെയും മറ്റ് ആരോഗ്യ ഗുണങ്ങൾക്കും നമുക്ക് ഇത് വളരെയധികം ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പച്ചക്കറികളിലേക്ക് വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും അതുപോലെ തന്നെ ബീൻസ്, ബ്രോക്കോളി ഇതിലൊക്കെ ധാരാളമായിട്ട് വിറ്റമിൻ കെയും കാൽഷ്യവും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലിന്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നുണ്ട്. എല്ലിന്റെ ഡെൻസിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിലേക്ക് വരുമ്പോൾ നമുക്ക് ആപ്പിളും പഴവും അതുപോലെ തന്നെ കിവി, അവോക്കാഡോ, പപ്പായ, ഗ്രേപ്സ് എല്ലാത്തരം ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിന്റെ ഗുണങ്ങൾ നമ്മുടെ എല്ലിന്റെ പല ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ നട്ട്സും ഉൾപ്പെടുത്തേണ്ടതാണ്. ആൽമണ്ട്സും അതുപോലെ തന്നെ മറ്റെല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സുകളും നമുക്ക് കഴിക്കാവുന്നതാണ്. ചിയാ സീഡും വളരെയധികം ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ ദിവസേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാൽഷ്യത്തിന് അബ്സോർപ്ഷൻസിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള വിറ്റമിൻ ഡിയും നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമാണ്. വിറ്റമിൻ ഡി നമുക്കറിയാം നമ്മുടെ സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 മണിക്ക് ശേഷമുള്ളൊരു സൂര്യപ്രകാശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ ദിവസേന കൊള്ളുന്നത് നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും കാൽഷ്യം അബ്സോർപ്ഷൻസ് വളരെയധികം എളുപ്പമാക്കാനും നമ്മൾ ഇതുമൂലം സാധിക്കുന്നതാണ്. വിറ്റമിൻ ഡിയുടെ അളവ് വളരെയധികം കുറവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വിറ്റമിൻ ഡി സപ്ലിമെന്റ്സ് നമുക്ക് എടുക്കാവുന്നതാണ്. വിറ്റമിൻ ഡിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. കാൽഷ്യം അബ്സോർപ്ഷനെ കുറയ്ക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അവയൊക്കെയാണ് നമ്മൾ അമിതമായിട്ട് ചായ, കാപ്പി കുടിക്കുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. മദ്യപാന ശീലമുള്ളവരാണെങ്കിൽ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടതാണ്. അമിതമായിട്ട് പഞ്ചസാരയുടെയും അതുപോലെ തന്നെ ഉപ്പിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കുറയ്ക്കേണ്ടതാണ്. ഇതുമൂലം നമ്മുടെ എല്ലിന്റെ ഡെൻസിറ്റി വളരെയധികം കുറയുകയും എല്ല് തേയ്മാനവും അതുപോലെ തന്നെ പല എല്ലിന്റെ ഇൻഫ്ലമേഷൻസ് വരുത്തുവാനും ഇതൊരു കാരണമാകുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ എല്ലിന്റെ ആരോഗ്യത്തിന്
വളരെ ഗുണം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഭക്ഷണ ക്രമീകരണങ്ങളോടൊപ്പം തന്നെ നമ്മുടെ എല്ലിന്റെ ആരോഗ്യത്തിന് നമുക്ക് ചെറുതായിട്ടുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. എല്ലിലേക്കുള്ള നമ്മുടെ രക്തസഞ്ചാരം ഇംപ്രൂവ് ചെയ്യുവാനും അമിതവണ്ണം കുറയ്ക്കുവാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ ആ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ശരീരഭാഗത്തിന്റെ 80% വെയിറ്റ് നമ്മുടെ മുട്ടിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വെയിറ്റ് അമിതമായി കൂടുന്ന സമയത്ത് നമ്മുടെ മുട്ടിന് തേയ്മാനം വരുവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളിലാണെങ്കിലും 30 വയസ്സിന് ശേഷമുള്ളവരാണെങ്കിലും മെനോപോസിന് ശേഷമുള്ളവരാണെങ്കിലും അധികം പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരും ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ദിവസേന ഉൾപ്പെടുത്തുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കഴിക്കുന്നത് മൂലം നമ്മുടെ എല്ലിന്റെ ആരോഗ്യം മാത്രമല്ല മറ്റു പല ഹെൽത്ത് ബെനിഫിറ്റ്സും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.